ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിനോട് ഏവർക്കും സ്വാഗതം. ചത്ത പച്ച അദ്വൈത് നായർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമാണ് ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച ചിത്രത്തിൽ കാമിയോ റോളിലെത്തിയ നമ്മുടെ മമ്മൂക്കയും കൂടെ ഉള്ള ഒരു സിനിമയാണ് ചത്ത പച്ച. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സിനിമയാണ്. കാരണം എന്നെ പഴയ കാലത്തിൽ നമ്മൾ ടി വിയിലൊക്കെ റെസ്ലിംഗ് കണ്ട് നടന്നിരുന്ന ആ സമയത്തെ ആ ഒരു ഒരു രീതിയിലോട്ട് പോയി. കാരണം നമ്മൾ കൂട്ടുകാരുമൊത്ത് നമ്മൾ വീട്ടിനുള്ളിൽ കട്ടിലയിലൊക്കെ നമ്മൾ അടി കൂടുന്നതും നമ്മൾ അവരെ എടുത്തിട്ട് എറിയുന്നതും അങ്ങനെയുള്ള സീനുകളൊക്കെ നമുക്ക് വീട്ടിൽ തരിപ്പണമാക്കും. അതുപോലെ നമ്മൾ കുളിക്കാൻ പുഴയിലാവും. നമ്മൾ നാട്ടിൽ പുഴയിലാണ് പോകുന്നത്. പുഴയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ട് അടി കൂടുന്നതും അവരെ എടുത്ത് വെള്ളത്തിലോട്ട് എറിയുന്നതും എല്ലാം ഈ റെസ്ലിംഗ് കണ്ടിട്ട് ആ പ്രാന്തിൽ നമ്മൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ റെസ്ലിംഗ് ആണ്. ഫുൾ ഫൈറ്റാണ് തുടക്കം മുതൽ അവസാനം വരെ. സിനിമ തുടങ്ങുന്നത് തന്നെ ഈ ഒരു പഴയ ഒരു ആംബിയൻസിലാണ്. വെച്ചാൽ നമ്മൾ ഇങ്ങനെ റെസ്ലിംഗ് ഒക്കെ കണ്ടു നടക്കുന്ന ആ സമയത്തുള്ള ആ രീതിയിൽ ഫുള്ള് ഫൈറ്റ് ഓണിലാണ് സിനിമ തുടങ്ങുന്നത്. അവരുടെ ചെറുപ്പകാലം തുടങ്ങുന്നു. റോഷൻ മാത്യുവിൻ്റെയും നമ്മുടെ അർജുൻ അശോകൻ്റെ ഒക്കെ ചെറുപ്പകാലം അവർ വലുതായി വരുന്നു. വന്നു കഴിയുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവരിങ്ങനെ നിൽക്കുമ്പം അവർക്ക് ഒരു ഗുസ്തിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പഴയ ചെറുപ്പത്തിൽ അവർ കണ്ടു നടന്നു അവരുടെ വീട്ടിൽ കളിച്ച ഈ നമ്മുടെ റെസ്ലിംഗ് മോഡൽ എന്ന് വെച്ചാൽ കോസ്റ്റ്യൂം റെസ്ലിംഗ് അങ്ങനത്തെ ഒരു ഡ്രസ് കോഡിലാണിത്. ഡ്രസ്സാണ്, കാരണം കളർഫുൾ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ഒരു റെസ്ലിംഗ് ഇവർ പ്ലാൻ ചെയ്യുകയാണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് അങ്ങനെ ഇവർ ശരിക്കും പറഞ്ഞാൽ പിന്നെ കളർഫുള്ളാണ് സിനിമ, ഫുള്ള് കളർഫുൾ. ഈ മേക്കിംഗ് ഒക്കെ അടിപൊളി മേക്കിംഗ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ പശ്ചാത്തല സംഗീതമൊക്കെ ഒന്നും പറയണ്ട. ആ സീനിനൊക്കെ ഓരോന്നും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂസിക്കൊക്കെ സിനിമയിൽ നമ്മൾ അല്ലാണ്ട് കാണുമ്പോൾ മ്യൂസിക് പാട്ടൊക്കെ ഒരു രസമില്ലാന്ന് തോന്നും. പക്ഷെ സിനിമയിൽ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ സിനിമയ്ക്ക് ചേരുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം പക്ക അടിപൊളിയാണ്. ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ് നമ്മൾ സാധാരണ ഫൈറ്റ് അല്ല കേട്ടോ. ഇതിനകത്ത് ഫൈറ്റ് വേറെ ഒരു രീതിയാണ്. റെസ്ലിങ്ങിൻ്റെ നമുക്കറിയാലോ ആ ഒരു രീതിയിലാണ് അവരെ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം അങ്ങനെ അവരെ ഇങ്ങനെ എടുത്തെറിയുന്നതും കഴുത്തൽ ചാടുന്നതും ഇങ്ങനെ ചാടി മറിയുന്നതും ഇതൊക്കെ നമുക്ക് ഒറിജിനലായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇതൊരു പിന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഇത് ഒറിജിനലായിട്ട് ചെയ്യുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് ഇവരുടെ പ്രകടനങ്ങൾ ഒന്നും പറയാനില്ല. നമ്മുടെ റോഷൻ മാത്യു ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഫസ്റ്റ് ഇൻട്രോ തന്നെ കിട്ടിക്കിട്ടുണ്ട് കേട്ടോ. ആ നിൽക്കുന്ന ഓർമ്മയുണ്ട്. ആളെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ശിശുവാണ് നമ്മുടെ. പക്ഷെ സിനിമയിൽ അയാളെ കാണിക്കുമ്പോൾ അത് തിയേറ്ററിൽ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര ലുക്കും പുള്ളി ഭയങ്കര ബോഡിയൊക്കെ നല്ലപോലെ ഇതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് നല്ല കിടിലൻ പെർഫോമൻസ് ആണ്. അർജുൻ അശോകൻ ഒരു കൊച്ചിക്കാരനാണ്, അതുകൊണ്ട് അധികം എഫർട്ട് ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല. പക്ഷെ ബോഡിയിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സിൽ അദ്ദേഹം നല്ലതുപോലെ നോക്കിയിട്ടുണ്ട്, നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്കിതിനകത്ത് പറയേണ്ട ഒരാളുണ്ട് കേട്ടോ. ആരാന്ന് വെച്ചാൽ വിശാഖ് നായർ. ഒന്നും പറയാനില്ല, അദ്ദേഹത്തിന് വേണ്ടി തന്നെ എടുത്തു വെച്ചേക്കുന്ന കഥാപാത്രം പോലെ തോന്നി എനിക്ക്. ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരു താരം കേട്ടോ. അങ്ങനത്തെ ഒരു ബോഡിയും അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജും ഒരു കുഴമ്പൻ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിന് പറ്റും. നെഗറ്റീവ് റോളൊക്കെ അദ്ദേഹത്തിനെ വെച്ചുള്ളൂ. സൗണ്ടും എല്ലാം അവിടെ നല്ല നമുക്ക് ദേഷ്യം വരുന്നത് പോലത്തെ അങ്ങനത്തെ അടിപൊളിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. കുറേ ഒണിൽ സാബുവിൻ്റെ അനിയനൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടോ. അദ്ദേഹമൊക്കെ ശരിക്ക് ഉപയോഗിക്കാൻ പറ്റിയ കഥാപാത്രങ്ങളാണ്. പിന്നെ നമ്മൾ ചിരിപ്പിക്കാനുള്ളതുണ്ട്, നമുക്ക് രസിക്കാനുള്ളത് എല്ലാം ഈ സിനിമയിലുണ്ട്. ഇതിനകത്ത് വരുന്ന ചെറിയൊരു കഥ, ഒരു ലേഡി കഥാപാത്രം, ഒരു പെൺകുട്ടിയുണ്ട്. അതൊക്കെ ആ റെസ്ലിംഗ് ചെയ്യുന്ന കാണണം. എന്നാ സ്റ്റൈലാന്ന് പറയും. ഇങ്ങനെ ഒഴുകി വന്നിട്ട് എടുത്തിട്ട് അടിക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് അതിനകത്ത് ചെയ്തവരെല്ലാവരും തന്നെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ നമുക്ക് മിസ്കാസ്റ്റിംഗ് എന്ന് പറയാനല്ല, ഈ നമ്മുടെ സിദ്ദീഖൊക്കെ ഉണ്ട്. സിദ്ദീഖിനൊന്നും അതിനകത്തൊന്നും ഇല്ലാത്ത പോലെ തോന്നി. കാരണം എൻ്റെ കഥയിൽ ഇതിൻ്റെ സ്റ്റോറിയിൽ ഭയങ്കര ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഇവർക്ക് ചിലവർക്കൊന്നും ക്ലാരിറ്റി ഇല്ല. എന്തിനാണ് ആ കഥാപാത്രം എന്ന് വരെ തോന്നുന്ന രീതിയിലൊക്കെയാണ് ആ സിദ്ദീഖിൻ്റെ കഥാപാത്രം. മറ്റുള്ള കഥാപാത്രത്തിനൊക്കെ ഒന്നും ഒരു ജീവനില്ലാതെ പോയി. അവർക്കൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയി. പിന്നെ ഇതിനകത്ത് നമുക്ക് പിന്നെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളി കോസ്റ്റ്യൂമാണ്. ഈ സിനിമ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന് ഇങ്ങനെയുള്ള കോസ്റ്റ്യൂമൊക്കെ വേണം. കോസ്റ്റ്യൂമൊക്കെ പാളിയാൽ തന്നെ എല്ലാം പാളും. അതേപോലെ തന്നെ ആർട്ടൊക്കെ അവർ സെറ്റൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അത് റെസ്ലിങ്ങിൻ്റെ റിങ്ങും പിന്നെ അതിനകത്തുള്ള സീനുകളും എല്ലാവരും ഇങ്ങനെ എടുത്ത് പൊക്കിക്കൊണ്ട് കാണും. ഇതെല്ലാം
കിടിലനാണ് കേട്ടോ. ഫ്രെയിം സംവിധായകൻ നല്ല പോലെ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളാണെങ്കിലും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തേക്കുന്നതാണെങ്കിലും അതേപോലെ തന്നെ ക്യാമറ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പക്ക സൂപ്പർ, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. വലിയ പ്രതീക്ഷയോടൊന്നും പോകണ്ട കേട്ടോ. അങ്ങനെയല്ല വലിയ പടം ഭയങ്കര പടം എന്ന് ചോദിച്ചു പോകണ്ട. നമുക്ക് രസിക്കാൻ പറ്റും, നമ്മളുടെ പഴയ ഓർമ്മകളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സിനിമയാണ്. അപ്പോൾ പുതിയ കുട്ടികൾ ആ രീതിയിലും കൂടെ ചിന്തിച്ചിട്ട് പോയി സിനിമ കണ്ടാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഈ സിനിമയിൽ എനിക്ക് വർക്കാകാതെ പോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വെച്ചാൽ കാമ്യം. ശരീശ്വര, ഈ സിനിമയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആ പടം ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് വന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് ഇന്റർവെൽ പഞ്ച് വരുമ്പോൾ റോഷൻ വരുന്നു. റോഷൻ വന്ന് നല്ല തകർത്ത് എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാം കിടിലനായിട്ട് പടം ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നമുക്ക് ഉറപ്പാണ് കാമിയോ വരും. അവിടുന്ന് പടം വേറെ ലെവലാകും എന്ന് ചോദിച്ചു. കാമിയോ വന്നു കഴിയുമ്പോൾ ആ പടം അങ്ങ് ഇരുന്ന് പോയി. അതിനുശേഷം എന്തിനാണ് ഇങ്ങനത്തെ ഒരു പടത്തിൽ കാമിയോന്റെ ആവശ്യമില്ല. മമ്മൂട്ടിയുടെ കഥാപാത്രം വന്നതിന് ശേഷം പിന്നെ ആ സിനിമ ഒന്ന് ഇരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടിപ്പാളിച്ച പടം നല്ല ഹൈപ്പ്. എനിക്ക് പറയാനുള്ളത് കാമിയോ ഒന്നും വേണ്ട. നല്ലൊരു പടം എടുത്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കൊണ്ടുപോകുക, ആളെ കൊണ്ടുപോകും. വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വാൾട്ടറിനെ വെറും വട്ടർ എന്ത് പറയുക, അത്രയ്ക്ക് ഒരു ഇതായിപ്പോയി. മമ്മൂക്കയുടെ കഥാപാത്രത്തിന്റെ കുഴപ്പമായിരിക്കും, മമ്മൂക്കയുടെ കുഴപ്പം ഞാൻ പറയില്ല. ആ കഥാപാത്രത്തിന്റെ ഒരു ഉഷാറില്ലാത്ത ഒരു ആവശ്യമില്ലാത്ത വെറുതെ അവർ തിരികെ കയറ്റിയിട്ട് വെച്ച ഒരു കഥാപാത്രത്തെ പോലെയാണ് തോന്നിയത്. ഒരാവശ്യമില്ലാത്ത വാൾട്ടറായിപ്പോയി. അതാണ് ഈ പടത്തിന് ഏറ്റവും നെഗറ്റീവ്. ഈ പടത്തിന് എന്തെങ്കിലും പറ്റിയാലും ആ കാമിയോ ആണ് ഈ പടം നശിപ്പിച്ചതെന്ന് പറയാം. അങ്ങനത്തെ മമ്മൂക്കാനെ കുറ്റം പറയുന്നില്ല, കാരണം അദ്ദേഹത്തിന് കൊടുത്ത റോൾ അദ്ദേഹം ചെയ്തിട്ട് പോയി എന്നല്ലാതെ മമ്മൂക്കയുടെ അഭിനയത്തിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ ആ കഥാപാത്രം ഒന്നിനും കൊള്ളാത്ത കഥാപാത്രമായിരുന്നു. കാരണം ഒന്നും അതിനകത്ത് ഇല്ല, ചെയ്യാനില്ല. പടം ഇരുന്നു പോയത് ഈ കാമിയോ കാരണമാണ്. പിന്നെ അതിനകത്ത് ഈ നല്ലൊരു സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുപോയി എൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല. എവിടെ എന്തൊക്കെയോ നമുക്ക് ഒരു രസിച്ച് ഇങ്ങനെ നമുക്ക് പിന്നെ കാണുമ്പം ആഘോഷിക്കാനായിട്ട് അല്ല ഓർക്കാനായിട്ടൊന്നും അങ്ങനെയൊന്നും ഇല്ലാതെ പോലെ എനിക്ക് തോന്നി. ഇത് രണ്ടുമാണ് എനിക്കൊരു. പിന്നെ ചില കഥാപാത്രങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെയും ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങൾ ഉള്ളതുപോലെയും തോന്നി. ഇതാണ് എനിക്ക് തോന്നിയത്. അപ്പം നിങ്ങൾ പോയി കാണാം. പടം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒന്ന് പോയി കാണുക, തിയേറ്ററിൽ പോയിട്ട് കണ്ട് രസിക്കാൻ പറ്റിയൊരു കൊച്ചു സിനിമയാണ്. വലിയ ഫൈറ്റ് അല്ല, നമ്മുടെ സാധാ നമുക്ക് റെസ്ലിങ്ങിന്റെ ഫൈറ്റൊക്കെ ഉണ്ട്. നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കുക. എനിക്ക് ആ പടത്തിൽ മോശമായിട്ട് തോന്നിയ 2 കാര്യങ്ങളുള്ളൂ. ഒന്നാ കാമിയോയും പിന്നെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഒരു ഇതും വന്നത് മാത്രമേ ഉള്ളൂ. പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക.